കളേഴ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ക്യാബേജ് പക്കോട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കാണുമ്പോൾ നമ്മുടെ സവാള ബജ്ജി പോലെയൊക്കെ ഇരിക്കുമെങ്കിലും രുചിയിൽ സവാള ബജ്ജിയൊക്കെ കവച്ച് വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മീഡിയം ക്യാബേജിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്തേക്കണ കണ്ട അല്പം വലിയ പീസായിട്ട് തന്നെയാണ്. അതുപോലെ ഒരു സവാള, അതും വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതുപോലെ ഒരു പിടി മല്ലിയിലയും കൂടി നമ്മളതിലേക്ക് കട്ട് ചെയ്തിട്ടു. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായി ഇതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് വയ്ക്കണം. എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് കോമ്പിനേഷൻ വരുള്ളൂ. സ്പൂൺ കൊണ്ടാണെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ അല്പം കായത്തിൻ്റെ പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഒരു 1.5 കപ്പ് കടലമാവാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്കൊരു 3/4 കപ്പോളം അരിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4:1 ആണ്. അതായത് 1 കപ്പിന് 1/4 കപ്പ് എന്ന നിലയിൽ മതിയാവും. ഇനി നമുക്ക് കുഴയ്ക്കാനായിട്ട് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം മുഴുവനായി ഒഴിക്കരുത്, ജസ്റ്റ് കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ നനച്ചെടുക്കണം. അത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ക്യാബേജിൽ അല്പം നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചേർമ്പോൾ ഈ ഒരു പരുവത്തിൽ മതി. അതായത് ഒരുപാട് ലൂസാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എണ്ണയിലേക്ക് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. പാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അല്പമായി നമുക്കിങ്ങനെ കൈകൊണ്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ചൂടിൽ മാത്രം വയ്ക്കുക. ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എണ്ണ കുടിച്ചു പോകും. കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉൾവശം വേകാതെയായി പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്കൊരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം എണ്ണയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ക്യാബേജ് പക്കോട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഉണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.